കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി എന്ന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ മാംസ പെരുന്നാളിന് ശേഷം ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഒന്നാം ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ധ്യാനത്തിനായി ഞങ്ങൾ കൂട്ടിയതിൻ്റെ കണ്ണിക്കായി ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഇതിനു മുമ്പ് സമർപ്പിക്കുന്നു. വരാൻ സാധിക്കാതെ അകലെയായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, യാത്രയിലായിരിക്കുന്നവർ, അപകടങ്ങളിൽപ്പെട്ടവർ, പലയിടങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെയെല്ലാം നിൻ്റെ വചനം ആശ്വാസവുമായി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു കൂടി വന്നിരിക്കുമ്പോൾ 2-3 പേരെ അവിടെ കൂടിയാൽ അവിടെ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ വാക്തത്വം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഈ ചെറിയ കൂട്ടായ്മയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളെ ആശ്വാസമുള്ളവരും സന്തോഷമുള്ളവരുമാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കപ്പെട്ട് ഒന്നിലും ഇടരാതെയും പതറാതെയും ദൈവരാജ്യം നീതിയും സമാധാനം പരിശുദ്ധാത്മാവ് സന്തോഷം ഏറ്റുവാങ്ങിയ മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമാകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ലോകാരംഭത്തിന് മുമ്പേ നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും പുത്രൻ്റെ ഉള്ളിൽ മറയ്ക്കുകയും ചെയ്ത അവിടുത്തെ കരുതൽ ഞങ്ങൾ നന്ദി പറയുന്നു. കാലത്തെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ അവിടുന്ന് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി ഞങ്ങളെ പണിയുന്ന വിധവോർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. പിതാക്കന്മാർ ധ്യാനിക്കുകയും പഠിക്കുകയും ആരാധിക്കുകയും ചെയ്ത ദൈവത്തെ ഞങ്ങൾക്കും ലഭിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ വായിക്കേണ്ട തിരുവചനങ്ങളെ ഇണയോർത്ത് ചിന്തിക്കുവാനും അത് ആത്മീയ വർധനയ്ക്കായി തീരുവാനും തലയായ ക്രിസ്തുവിനോടും വളർന്ന് തലയോടിയിരുന്ന് ഉടലായി മാറുവാനും ഭർത്താവിൻ്റെ കല്യാണത്തിന് ഒരുങ്ങുവാനും ഇന്നത്തെ ഞങ്ങളുടെ കൂടി ഒരു മുഖാന്തരമാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിക്കാനായിട്ട് തന്നെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെ കർത്താവിൻ്റെ മാംസ പെരുന്നാളിന് ശേഷം 1-ാം ഞായറാഴ്ച വായിക്കാൻ വെച്ചിരിക്കുന്നു. അത് നമ്മൾ ഇന്നലെ കേട്ടു. ഇന്നലെ ഏത് ആരാധന സ്ഥലത്ത് പോയാലും അവിടെ വായിച്ചു കേൾക്കുന്ന വേദഭാഗം ഇതായിരുന്നു. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാരെ വിളിക്കുന്നു, അവർ വിളി കേൾക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ വിളി കേട്ടവരെ ഇറങ്ങിപ്പുറപ്പെടുന്നു. വിളിക്കപ്പെട്ടതനുസരിച്ച് കൂടെയിരുന്നു, അയക്കപ്പെട്ട സ്ഥലത്ത് പോയി. ശിഷ്യത്വത്തിൻ്റെ ആ വ്യവസ്ഥ പൂർണ്ണമായി അവർക്ക് പാലിക്കാൻ കഴിയാതെ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നു. സംശയരോഗങ്ങൾ വരുന്നു, ഇടർച്ചകൾ വരുന്നു, അവിശ്വാസങ്ങൾ വരുന്നു. അല്പവിശ്വാസമായി വെള്ളത്തിൽ താഴ്ന്ന അവസ്ഥ വരെ പത്രോസിലേക്ക് വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വിളി കേട്ട് കൂടെ വന്ന ശിഷ്യർക്ക് 3.5 കൊല്ലത്തെ പരിശീലനത്തിനിടയിൽ പല പരാജയങ്ങൾ സംഭവിച്ചെങ്കിലും പരാജയപ്പെട്ടവരെ ജയിപ്പിക്കാൻ യേശു അവരുടെ കൂടെ നടന്ന് അങ്ങനെ അവർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുകയും സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ട് പെന്തക്കോസ്തിയുടെ അനുഭവത്തിന് ശേഷം ധീരതയുള്ളവരായി, ധൈര്യമുള്ളവരായി ലോകത്തിൻ്റെ അറ്റങ്ങളുള്ള ഭൂലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും മനുഷ്യരെ പിടിക്കുന്ന പണി പൂർത്തീകരിച്ച് ആയിരക്കണക്കിന് സഭയോട് ചേർന്ന സഭാചരിത്രം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ഈ തിരുവചനം പഠിച്ച് ഞങ്ങളെ ആത്മീയ നിലവാരം എന്താണെന്ന് അളക്കുവാൻ തന്നിരിക്കുന്ന ഈ അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വർഷത്തെ ഞങ്ങൾ കർത്താവിൻ്റെ മാംസ പെരുന്നാളിന് ശേഷം ഇനി കർത്താവ് പരീക്ഷിക്കപ്പെട്ടതായ മരുഭൂമിയുടെ വാസത്തെ, മരുഭൂമിയിലെ പരീക്ഷകളെ ഓർക്കുവാൻ വരുന്ന 40 നോയമ്പ്, 50 നോയമ്പ്, അതിനു മുമ്പായി അതിനെ ഒരുക്കാഞ്ഞിട്ട് തരുന്നതായ അടുത്ത ആഴ്ചത്തെ 3 നോയമ്പ്, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഉപവാസകാലം പ്രാർത്ഥനയാൽ മാത്രം മാറുന്ന തിന്മയുടെ ബന്ധനങ്ങളും അശുദ്ധികളും ശാപങ്ങളും എല്ലാം മാറ്റുവാൻ അടുത്ത ആഴ്ചയിൽ വരുന്ന 3 നോയമ്പിനായി ഞങ്ങൾ ഒരുങ്ങുവാൻ ഈ ആഴ്ച ഞങ്ങൾ തന്നതിനാൽ നന്ദി പറയുന്നു. അന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. അങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതായ കർത്താവിൻ്റെ വചനപ്രകാരം എല്ലാത്തിനും നന്ദി പറയണം. കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചോണം. അതാണ് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17 മുതൽ 18 വരെയൊക്കെയുള്ള ഭാഗങ്ങൾ വായിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ മാംസായ്ക്ക് ശേഷമുള്ള 1-ാം ഞായറാഴ്ച വായിച്ച വേദഭാഗങ്ങൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു.
യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം പൗലോസിലൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്താണ് സന്ദേശം തരുന്നത്? ദൈവേശത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശു വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ വിളി കേട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കാത്തിരുന്ന ആത്മാവിൽ നിറഞ്ഞ് യൂറോപ്പിനെ സുവിശേഷീകരിക്കാനുള്ള വെളിപ്പാടിൽ എഫേസ്യക്കാർക്ക് കർത്താവിൻ്റെ കൃപയും സമാധാനം ലഭിച്ച കാര്യം അവർ എഴുതിയായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ പോലെ അപ്പോസ്തലനായ തോമസ് ഇന്ത്യയിൽ വന്ന് നമുക്ക് ഇത് അനുഭവങ്ങൾ വാഗ്ദത്തം ചെയ്യും. നമുക്കത് എത്രത്തോളം ലഭിച്ചു എന്നറിയാൻ എഫേസ്യർ 1:3 മുതലുള്ള 14 വരെയുള്ള ഭാഗം വായിക്കുന്നു. സ്വർഗത്തിലെ ആത്മീയമായ സർവ്വ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ വാഴ്ത്തപ്പെടട്ടെ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും കുറ്റരഹിതരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ മക്കളാക്കി ദത്തെടുക്കേണ്ടതിന് സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. അവന് പ്രിയനായതിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തന്നെ അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ്റെ കൃപാധനത്തിനൊത്തവണ്ണം തന്നെ അത് അവൻ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മുടെ മേൽ സമൃദ്ധിയായി ചൊരിഞ്ഞിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ചതിൻ്റെ പ്രസാദപ്രകാരം തിരുഹിത മർമ്മം അവൻ നമ്മെ അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിനെയും കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അനുസരിച്ച് ക്രിസ്തുവിൽ ഏകീകരിക്കുക എന്നതാകുന്നു. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തിരുഹിതത്തിൻ്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം നാം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. മുൻകൂട്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടത് തന്നെ. നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷമായ സത്യവചനം കേട്ട് അവൻ വിശ്വസിച്ചവരായ നിങ്ങളെയും വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ മുന്തിര വെച്ചിരിക്കുന്നു. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ വീണ്ടെടുക്കുന്നവരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശത്തിനായി അച്ചാരമാകും. എഫേസ്യർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്ന് തുടങ്ങിയതാണ്, അത് എന്നത്തേക്ക് വരെ നമ്മളെ വഴി നടത്തുന്നതാണെന്നുള്ള ആഴമായ ഉൾക്കാഴ്ച നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ മാതാപിതാക്കളും ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മാക്കൾ ലോകസ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടുവെന്നും സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കൾ പുത്രൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നെന്നും അത് നമ്മൾ സ്നാനമേറ്റപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി നമ്മുടെ ശരീരം മാറുവാനുള്ള വേല ആരംഭിച്ചെന്നൊക്കെ നമ്മൾ സഭയിൽ പിതാക്കന്മാരിലൂടെ പഠിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സ്നാനത്തിന് ശേഷമുള്ള ഒന്നാം മരത്തിൽ നമ്മുടെ സ്നാനത്തിന് ശേഷമുള്ള നിലവാരം എന്തെന്ന് പരിശോധിക്കുകയാണ്. 8, 9, 10 വാക്യങ്ങളിൽ ഏഴ് മുതലുള്ളതായ വചനത്തിൽ അവനിൽ നമുക്ക് അവൻ്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ്റെ കൃപാധനത്തിനൊത്തവണ്ണം തന്നെ അതവൻ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മുടെ മേൽ സമൃദ്ധിയായി ചൊരിഞ്ഞിരിക്കുന്നു. ആ സമൃദ്ധിയായി ചൊരിഞ്ഞിരിക്കുന്ന ജ്ഞാനം, വിവേകം, കൃപ ഇവ നമുക്ക് സമൃദ്ധിയായിട്ടുണ്ടോ? അത് ചോർന്നു പോയോ, നഷ്ടപ്പെട്ടു പോയോ, ഇടയ്ക്ക് തങ്ങിപ്പോയോ, നമുക്കത് കിട്ടാതെ പോകുന്നുണ്ടോ, കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെയും പരിശോധിക്കുന്ന നല്ലതാണ്. 9-ാം വാക്യത്തിൽ അവനിൽ താൻ മുന്നിൽ നയിച്ചതിൻ്റെ പ്രസാദപ്രകാരം തിരുഹിത മർമ്മമാണ് നമ്മെ അറിയിച്ചു. ദൈവഹിതത്തിൻ്റെ രഹസ്യം 9-ാം വാക്യത്തിൽ അറിയിക്കുന്നു. ആ രഹസ്യം സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തിനെയും കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അനുസരിച്ച് ക്രിസ്തുവിൽ ഏകീകരിക്കുക എന്നതാകുന്നു.
അപ്പം 10ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു വലിയ ദൈവ പദ്ധതിയെ അവിടെ വിവരിച്ചിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും കർത്താവിലേക്ക് ഒന്നിച്ചു ചേർക്കുന്ന വലിയ വേല നടത്തിക്കൊണ്ടിരിക്കുന്നു. കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു നമ്മൾ ഏകീകരിക്കുക, ഒന്നാക്കുക എന്ന ലാഭത്തോടെ സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്താൻ എല്ലാ കുർബാനയിലും പരിശുദ്ധാത്മാവ് വന്ന് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് തന്ന് നമ്മളെ കർത്താവിൻ്റെ ശരീരവും കൂടാരവും ഭവനവുമാക്കി മാറ്റുന്ന വേല തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ അനുഭവം പൂർണ്ണതയിലെത്തിക്കുവാൻ എല്ലാ ദിവസവും എല്ലാ കുർബാനയിലും പരിശുദ്ധാത്മാവ് പുതുതായി ഇറങ്ങി വന്ന് നമ്മളെ പൂർണ്ണതയിലേക്ക് ആനയിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു ദൈവാത്മാവിലാണ് ജനിച്ചതെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നടുവിലാണ് വളർന്നതെങ്കിലും തിന്മയത്തിൽ നമ്മെ കിട്ടാൻ പ്രായമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പരസ്യമായിട്ട് ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നു. പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ദൈവപ്രസാദം വെളിപ്പെടുത്തി ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇതിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ശബ്ദം കേട്ടതിന് ശേഷമാണ് പരീക്ഷയുണ്ടായത്. അപ്പോൾ ദൈവപ്രസാദം എപ്പോൾ ലഭിക്കുന്നു? അപ്പോൾ പിശാചിൻ്റെ പ്രസാദം നഷ്ടപ്പെടും. ഇപ്പോൾ പരീക്ഷകൾ വരുന്നു, പ്രലോഭനങ്ങൾ വരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടായി കഴിയുമ്പോൾ ആ നന്മയിൽ അസൂയുള്ളവർ നമുക്ക് തിന്മ പ്രവർത്തിക്കുന്നു. കഷ്ടങ്ങളും സങ്കടങ്ങളും ശോധനകളും വരുന്നു. അതുകൊണ്ട് നന്മയും തിന്മയും നമ്മുടെ ഇടതും വലതുമായി നമ്മളെ അനുധാവനം ചെയ്യുന്നുണ്ട്. നന്മയുടെയും തിന്മയുടെയും യുദ്ധത്തിനിടയിൽ നമ്മൾ മുറിവേൽക്കുന്നു, ചതയുന്നു, അസ്വസ്ഥരാകുന്നു. അവയെല്ലാം നമുക്ക് വിജയത്തിനായി ദൈവം ആക്കി തീർക്കുന്നു ഉള്ള കാര്യവും പ്രത്യാശിക്കുക എന്ന് കേട്ട് 30 കൊല്ലം അജ്ഞാതനായി ഒളിച്ചിരുന്ന കർത്താവ് യോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന് പരസ്യമായി പിതാവിൻ്റെ സാക്ഷ്യം ലഭിച്ചപ്പോഴാണ് പിശാചിന് പോലും ഈ കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചത്. അതുവരെ കർത്താവ് ഒളിച്ചും പാത്രം നടക്കുകയായിരുന്നു. അപ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശുക്രിസ്തു യോർദാൻ നദിയിൽ വെച്ച് പരസ്യമായി ദൈവപ്രസാദമുള്ള അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി വന്ന അവർ ദൈവപുത്രനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ പിശാചിനെ അവനുള്ള വൈരാഗ്യവും അസൂയയും മൂക്കുകയാണ്. സകല മനുഷ്യജാതിയെ തോൽപ്പിച്ച ആ വിജയപേരി മുഴക്കിയ പിശാച് ആദാമിൻ്റെ കൊച്ചുമോനായി ജനിച്ചിരിക്കുന്ന ഈ ഒടുക്കത്തെ ആദാമെന്ന് പേരുള്ള യേശുവിനെ തോൽപ്പിക്കാമെന്നുള്ള ആ വ്യാമോഹത്തിൽ അവനെ വെല്ലുവിളിക്കുകയാണ്. ആദ്യത്തെ ആദാമിനും ഏതെന്തോടത്ത് ദൈവപ്രസാദമുള്ള ഒരു സമയമുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒന്നിച്ച് നടക്കുക, വിനോദിക്കുക, സന്തോഷിക്കുക ഒക്കെ ചെയ്തൊരു കാലം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതെന്തോട്ടത്തിൽ കയറി പാമ്പിലൂടെ ആദാമിനെ അവയും മനുഷ്യജാതിയെ വഞ്ചിച്ച ആ സംഭവം പിശാചിനറിയാവുന്നതുകൊണ്ട് ഈ ഒടുക്കത്തെ ആദാമെന്ന് പറഞ്ഞ് മനുഷ്യനായി തീർന്നിരിക്കുന്ന ഈ ദൈവപുത്രനെയും വീഴിക്കാം, പരാജയപ്പെടുത്താമെന്നുള്ള ചിന്തയിലാണ് പരീക്ഷിക്കാൻ വരുന്നത്. അതുപോലെ നമ്മൾ മാംസം ഏറ്റതിന് ശേഷം നമുക്ക് പല പരീക്ഷകൾ വരാം. ആ പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനല്ല, നമ്മൾ അവനെ തോൽപ്പിച്ചിട്ട് കർത്താവിൻ്റെ വിജയം പങ്കുവയ്ക്കാനാണെന്നുള്ള പ്രത്യാശ നമുക്ക് കിട്ടിട്ട് ജയിച്ചവനായ യേശു നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മളെയും പരീക്ഷ സഹിക്കുന്ന അവസ്ഥയിലൂടെ കടത്തിവിടുന്നു. നമുക്കുണ്ടായ പരീക്ഷകൾ നമ്മൾ ജയിച്ചോ തോറ്റോ, കർത്താവ് 30 കൊല്ലത്തെ ഒരുക്കം പൂർത്തീകരിച്ച ദൈവപ്രസാദം നേടിയപ്പോൾ പിശാചിൻ്റെ പ്രസാദം നഷ്ടപ്പെട്ട് അവൻ കോപിച്ച് പരീക്ഷിച്ച് അവൻ പരാജയപ്പെട്ട് നാണിച്ച് തലയൊളിച്ചത് തലയോടിടുന്ന സ്ഥലത്ത് അവിടെ തന്നെ കർത്താവ് കുരിശ് കൊണ്ടിട്ട് അവൻ തലചതച്ചു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മുടെ പൂർവികർ പരാജയപ്പെട്ട വിഷയങ്ങളിൽ നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നമ്മൾ ജയിച്ചോ? ആദ്യ മാതാപിതാക്കൾ തോറ്റ വിഷയങ്ങൾ നമ്മളെയും തോൽപ്പിക്കാൻ ശ്രമിക്കും. തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചവനായ കർത്താവ് നമ്മൾ ജനിച്ച് വളർന്നാൽ അവൻ നമ്മളെ ജയിപ്പിക്കുമെന്നുള്ള കാര്യം 1 കൊരിന്ത്യർ 15:57 കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ പൗലോസ് തോറ്റിട്ട് ജയിച്ചയാളാണ്. അപ്പോൾ എഫേസ്യ ലേഖനം 1-ാം 1 മുതൽ 14 വരെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ മാംസ പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച വായിക്കേണ്ട വേദഭാഗങ്ങൾ ഒന്നാണ് ഇത്. എഫേസ്യ ലേഖനം 1-ന്റെ 1 മുതൽ 14 വരെയുള്ളതിൽ 3 തൊട്ട് 14 വരെയുള്ള പ്രത്യേക കാര്യങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു. അങ്ങനെ ആ സ്വർഗത്തിലെ പിതാവിൻ്റെ പ്രിയപുത്രനായി ലോകത്തിൽ വെളിപ്പെട്ട പുത്രനെ
ദൈവത്തിൻ്റെ ശത്രുവായി തീർന്ന പിശാചെ തോൽപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് മരുഭൂമിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. പക്ഷെ ആ മരുഭൂമിയെ വീണ്ടും വേദന്തോട്ടമാക്കുവാൻ അവിടെ ആദിമാതാപിതാക്കൾ തോറ്റ ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രതാപത്തിൻ്റെയും 3 വിഷയത്തിലാണ് കർത്താവ് ജയിച്ചത്. ആ ജയമാണ് നമ്മളുമായിട്ട് പങ്കിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കർത്താവ് പോയ പാതയിൽ പോയാൽ നമുക്ക് വിജയം ലഭിക്കും. നമ്മൾ ജയിച്ചാൽ ഇവൻ്റെ കൂടെ നമുക്ക് വിജയം പങ്കിട്ടുകൊണ്ട് ജീവിത പങ്കാളിയായി ജീവിക്കാൻ സാധിക്കുമെന്നാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പിതാവിന് ഒറ്റ മോനേ ഉള്ളൂ, പിന്നെ ദത്തുമക്കളാണ് പിന്നെ വരാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. 5-ാം വാക്യത്തിൽ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ മക്കളായി ദത്തെടുക്കേണ്ടതിന് സ്നേഹത്തിൽ നമ്മളെ മുൻനിയമിച്ചു. ഇങ്ങനെ ഒരു മുൻനിയമനം ഉണ്ടെന്ന് അറിയുന്ന എത്ര പ്രത്യാശ നൽകുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ശത്രുക്കളാണെങ്കിലും പാപികളാണെങ്കിലും ബലഹീനരാണെങ്കിലും അശുദ്ധരാണെങ്കിലും രോഗികളാണെങ്കിലും ക്ഷീണിതരാണെങ്കിലും ബലവാനായ ദൈവത്തിൻ്റെ ബലം നമുക്ക് തന്ന് ബലഹീനതയെ ബലം വർദ്ധിപ്പിച്ചു തന്ന് ദൈവം നമ്പരാനുണ്ടായ ഒറ്റ മകനെ നമുക്ക് തന്നിട്ട് ആ മകനെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ ദത്തുമക്കളായി സ്വീകരിക്കപ്പെടുന്ന ഒരു വലിയ പദവി നമുക്ക് 100% ലഭിച്ചോ. യോഹന്നാൻ 1:12 ഈ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാനുള്ള അധികാരം വരം നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ 100% ആസ്വദിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ലഭിക്കുന്നതായ ദൈവമക്കളുടെ പദവി ദത്തുമക്കളായിട്ട് നമ്മൾ സ്വീകരിക്കപ്പെട്ട് ആ ദത്തു മകൾ ആയ നമ്മുടെ പ്രാണക്കുട്ടി വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ ഈ ഏകജാതൻ്റെ ജീവിത പങ്കാളിയായി മാറി അങ്ങനെ ദത്തുമകൾ മരുമകളായി മാറുന്ന അവസ്ഥ. സ്വർഗത്തിലെ പിതാവിനെ ഇങ്ങനെ പടിപടിയായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകാനുള്ള പദ്ധതിയാവുള്ളത്. ശത്രുക്കളായി പാപികളായി പിറന്ന നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ദത്തുമകളാക്കി അവളെ വളർത്തി രോഗം മാറ്റി ക്ഷീണവും മാറ്റി അങ്ങനെ ആത്മീയ സൗന്ദര്യത്തിൽ നിറച്ച് യേശുവിനോട് ചേരാൻ കൊള്ളാവുന്ന ജീവിത പങ്കാളിയാക്കിയിട്ട് ദത്തുമകളെ മരുമകളാക്കി രാജാവിൻ്റെ രാജ്ഞിയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആ പദ്ധതി അത് നമുക്ക് എത്ര പ്രത്യാശ നൽകേണ്ടതാണ്. നമുക്ക് എന്തെല്ലാം ദുഃഖവും സങ്കടവും ഭാരവും ഇല്ലായ്മയും അല്ലായ്മയും വന്നാലും ഇങ്ങനെയൊരു വലിയൊരു വിളി എനിക്കുണ്ടല്ലോ, അതാണല്ലോ കർത്താവിൻ്റെ പദ്ധതി. അത് ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്ന് വിചാരിച്ച് ഈ ദൈവത്തിൻ്റെ പദ്ധതി ഓർത്ത് അതിനോട് സഹകരിക്കുമ്പോഴാണ് നമുക്ക് എന്നും സന്തോഷിക്കുവാനും എല്ലാത്തിനും നന്ദി പറയാൻ സാധിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5 എല്ലാ കാര്യവും പ്രാർത്ഥനാ വിഷയമാക്കണമെന്ന് പറയുന്ന ആ 15, 16, 17, 18 വാക്യങ്ങളൊക്കെ എല്ലാത്തിനും നന്ദി പറയണം, എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും സന്തോഷിക്കണം എന്നൊക്കെയുള്ളതായ കാര്യം ഈ വലിയ വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്നും സന്തോഷിച്ച് എപ്പോഴും സന്തോഷിച്ച് എല്ലാത്തിനും നന്ദി പറഞ്ഞ് എല്ലാത്തിനെയും നല്ല വശം കണ്ട് എന്നും കർത്താവിൽ സന്തോഷിച്ച് വളരാൻ സാധിക്കും. ആകാശത്തിലും ഭൂമിയിലുമായി ചെതറിക്കിടക്കുന്ന നമ്മുടെ പ്രാണക്കുട്ടികളെ ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് കർത്താവിൻ്റെ ശരീരമാക്കുന്ന പദ്ധതി. നമ്മുടെ ശരീരത്തിൻ്റെ കഥയും അത് തന്നെയല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ രൂപം, ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ. അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരുന്ന നമ്മൾ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ കിടന്ന ആഹാര സാധനങ്ങൾ കഴിച്ചാണ് ഈ പരുവത്തിലായത്. നമ്മുടെ ചന്തയ്ക്ക് പോയി പല കൃഷി ചെയ്തുണ്ടാക്കിയിരിക്കുന്ന പച്ചക്കറിയും മറ്റ് സാധനങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ആഹാര പാനീയങ്ങളാക്കി നമ്മൾ കഴിച്ച് അത് ദഹിച്ച് നമ്മുടെ ശരീരമായി മാറുന്നു. ഇങ്ങനെ വീണ്ടും ജനിച്ച് മാമോദിസയിലൂടെ ദൈവമക്കളായി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന നമുക്ക് എല്ലാ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ തരുന്നു. വചനം രാവും പോലും ധ്യാനിക്കുന്നു, വചനം പാല് പോലെയും തേൻ പോലെയും കഴിക്കുന്നു, ജീവൻ്റെ അപ്പമായ കർത്താവിനെ നമ്മൾ ആസ്വദിക്കുന്നു. ഇതെല്ലാം നമ്മുടെ തലയോട് ചേരുന്ന കർത്താവിൻ്റെ ഉടലാക്കി മാറ്റുവാനുള്ള ജീവൻ്റെയും ജീവനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആ വലിയ പ്രക്രിയകളാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് എത്രയധികം പ്രത്യാശ നൽകേണ്ടതാണ്. അപ്പോൾ സ്വയാശ്രയത്തിൽ നമ്മുടെ പാപം ചെയ്ത് നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അതിനെ പൊക്കിയെടുക്കാൻ ഇപ്പോഴും കർത്താവ് പാതാളത്തിൽ പോയി വേല ചെയ്യുവാൻ പ്രവാചകരെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിലെ പണി കഴിഞ്ഞപ്പോൾ പാതാളത്തിൽ കിടക്കുന്നവർക്ക് കർത്താവ് എന്ന കാര്യം പറഞ്ഞ് അവിടെയും വഴിയൊരുക്കാനവൻ തനിക്കുണ്ടായ പീഡനങ്ങളുടെ അസൂയക്കാരനായ രാജാവിൻ്റെയും രാജ്ഞിയുടെയും അല്ലെങ്കിൽ അവളുടെ മകളുടെ എല്ലാം അസൂയയും അത്യാഗ്രഹവും പകയും പരിഭവവും എല്ലാം
യോഹന്നാൻ സ്നാപകനെ പാതാളത്തിലെ വേലയ്ക്ക് വഴിയൊരുക്കുവാൻ, അങ്ങോട്ട് വഴി തുറക്കുവാൻ മുഖാന്തരമായെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിനെ വഴിയൊരുക്കുവാനും കർത്താവിന് വേല ചെയ്യുവാനും ഇതെല്ലാം പ്രയോജനപ്പെട്ടത് കർത്താവിന് രണ്ടാമത്തെ വരവിനെ വഴിയൊരുക്കേണ്ടവരാണ് നമ്മൾ. ഒന്നാമത്തെ വരവിനെ ഭൂമിയിലും പാതാളത്തിലും വഴിയൊരുക്കി യോഹന്നാൻ പണി കഴിഞ്ഞു പോയി. രണ്ടാമത്തെ വരവിനെ വഴിയൊരുക്കേണ്ടവരും ആ വഴിയിലൂടെ വഴിയാതെ യേശുവിലെത്തി തലയോട് ചെയ്യേണ്ട ഉടലുമാകുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വലിയ രാവിൽ എത്തിച്ചേരുന്ന തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങൾ, അശുദ്ധികൾ, പിശാചിൻ്റെ അവകാശങ്ങൾ തീരുവാൻ അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിലെ ഉപവാസം ഒതുക്കട്ടെ. ഉപവാസാലും പ്രാർത്ഥനയില്ലാതെ ജാതി മാറുകയില്ല എന്ന് പറഞ്ഞ അതിന് പ്രകാരം മാമോദിസായിൽ ഇറക്കി വിട്ട ജന്മ തിരികെ ഏണ്ടത്തിനെ കൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇറക്കി വിടുവാൻ നമുക്ക് ഈ വരുന്ന 3 നോയമ്പും വരുന്ന 50 നോമ്പ് ഒതുക്കട്ടെ. ആ 3 നോയമ്പിന് മുമ്പുള്ള ദിവസങ്ങളിലുള്ള ഒരുക്കത്തിനാകട്ടെ. ഈ പ്രത്യാശയോടെ നമ്മുടെ ഈ ധ്യാനം നിന്ന് നമുക്കിങ്ങനെ സമാഹരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിന് ശേഷം ഞങ്ങളുടെ മാമോദിസയ്ക്ക് ശേഷമുള്ള ഞങ്ങളുടെ അവസ്ഥ തിരിച്ചറിയാൻ, കർത്താവിൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ പ്രസാദത്തിന് ശേഷം പിശാചിൻ്റെ പരീക്ഷയും പ്രലോഭനങ്ങളും എതിർപ്പുകളും മരുഭൂമിയുടെ വരൾച്ചകളും എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ഏതനെ തിരിച്ചു തന്ന് മരുഭൂമിയിൽ ഏന്തോട്ടം പണിയാൻ സാധിക്കുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിനാണ് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും, ഞങ്ങളുടെ വീട്ടിലും, ഞങ്ങളുടെ പള്ളിയിലും, ഞങ്ങളുടെ ജീവിതത്തിലും മരുഭൂമിയുണ്ട്. ധ്യാനമന്ദിരങ്ങളിലും പ്രാർത്ഥനകളിലും പ്രാർത്ഥനാ മുറികളിലൊക്കെയും മരുഭൂമിയുടെ അനുഭവങ്ങളുണ്ടാകും. അപ്പോഴൊക്കെയും മരുഭൂമിയിൽ 40 ദിവസം ഉഴന്നു നടന്ന കാട്ടുമൃഗങ്ങളോടെ നടന്ന യേശുവിനെ ഓർക്കുവാനും അനുഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഇസ്രായേലിലെ ഞങ്ങളെ പഴയ ഇസ്രായേൽ 40 കൊല്ലം അവർ മരുഭൂമിയിൽ ഉഴന്നു നടന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു. 400 വർഷം അവർ അടിമപ്പണി ചെയ്തത് ഓർക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടിമപ്പണികളും ഞങ്ങളുടെ മരുഭൂമികളും ഞങ്ങൾ തളർച്ചകളും വീഴ്ചകളും എല്ലാം ഞങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആനയിക്കാൻ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ പഴയ നിയമം പുതിയ നിയമം ഞങ്ങൾക്ക് തരുന്നു. ഈ വലിയ പ്രത്യാശയോടെ ഇനിയുള്ള സമയം തക്കത്തിൽ ഉപയോഗിച്ച് എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടെ ഓർത്ത് എല്ലാ അനുഭവങ്ങളെയും സ്വാതന്ത്ര്യത്തോടെ സ്വീകരിച്ച് അതെല്ലാം തലയായത്തിനോളം വളർന്ന് ആ കർത്താവിൻ്റെ തലയോളം ഞങ്ങൾ വളർന്നിട്ട് കർത്താവിൻ്റെ തോളും ഞങ്ങളുടെ തോളും ഒരേ പൊക്കത്തിലായിട്ട് നിത്യതയിൽ നിത്യമായി ആ ദൈവരാജ്യത്തിൻ്റെ രാജ്യഭരണത്തിൽ യേശുവിനോട് എല്ലാ ചുമതലകളും പങ്കിടുവാൻ, അങ്ങനെ മൃദുവായ നുഖവും ലഘുവായ ചുവടും ഏറ്റ് നിത്യതയിൽ നിത്യമായിട്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും തക്കത്ത് ഉപയോഗിക്കാൻ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.